സലൂണിൽ മുടി വെട്ടുന്നതിനിടെ തല മസാജ് ചെയ്തു, പിന്നാലെ മസ്തിഷ്കാഘാതം. കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ച വാർത്തയാണിത്. വൈറ്റ്ഫീൽഡിലുള്ള സലൂണിൽ മുടിവെട്ടിക്കാനെത്തിയ ബെല്ലാരി സ്വദേശിയായ 30-കാരനാണ് ഗുരുതരാവസ്ഥയിലായത്. മുടി വെട്ടിയാൾ മസാജ് ചെയ്യുന്നതിനിടെ കഴുത്തു പിടിച്ച് ബലമായി വെട്ടിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ശേഷം താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും സംസാരിക്കാൻ കഴിയാതാവുകയും ചെയ്തു. ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത്. എന്താണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം? ബ്യൂട്ടി പാർലറുകളിൽ മാത്രമല്ല, സലൂണുകളിൽ ഉൾപ്പെടെ മുടി വെട്ടുന്നതിനിടയിൽ കഴുത്ത് വല്ലാതെ പുറകിലേക്ക് വലിക്കുന്നത് കാണാറുണ്ട്. ചിലയിടങ്ങളിൽ മുടി വെട്ടുന്നതിനിടെ കഴുത്ത് പ്രത്യേക തരത്തിൽ പൊട്ടിക്കാറുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലാണ് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്ന അവസ്ഥ സംഭവിക്കുന്നത്. അപൂർവമായി സ്ട്രോക്കിനും ഈ അവസ്ഥ കാരണമാകാം. സലൂണുകളിൽ നിന്ന് കഴുത്തു വല്ലാതെ പുറകിലേക്ക് തിരിക്കുമ്പോൾ വെർട്ടിബ്രൽ ആർട്ടറിയുടെ ഭിത്തികളിൽ വിള്ളലുണ്ടാവാം. തുടർന്ന് താൽക്കാലികമായി രക്തയോട്ടം കുറയുന്നു. അതുവഴി തുടക്കത്തിൽ ചെറിയ തലചുറ്റലും ഛർദിയുമാണ് ഉണ്ടാവുക. പക്ഷെ അടുത്ത ദിവസം രക്തയോട്ടത്തിന്റെ തോത് നന്നേ കുറയുകയും നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, വീഴാൻ പോവുക, കുഴഞ്ഞു പോവുക, ഉമിനീര് തരിപ്പിൽ കയറുക തുടങ്ങിയവ സംഭവിക്കുന്നു. സമാനമായാണ് കഴുത്തു വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചുകൊണ്ട് തീവ്രമായ ചില മസാജുകൾ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. കരോട്ടിക് ആർട്ടറിയുടെ ഭിത്തികളിൽ വിള്ളലുണ്ടായി ഇതേപോലെ രക്തയോട്ടം നിലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. സലൂണുകളിൽ പരിശീലനമില്ലാത്ത തൊഴിലാളികൾ കഴുത്ത് പൊട്ടിക്കുകയും മറ്റും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. കഴുത്ത് പുറകിലേക്ക് തിരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. തീവ്രമായ മസാജുകളും മറ്റും ചെയ്യാതിരിക്കുക എന്നിവയാണ് പ്രധാനം. ഇത്തരം അപകട സാധ്യതകളെ കുറിച്ച് സലൂണിലെ ജീവനക്കാർക്ക് പരിശീലനം ലഭിച്ചിരിക്കണം. കഴുത്ത് വല്ലാതെ പുറകിലേക്ക് തിരിക്കുന്നു എന്ന് തോന്നിയാൽ സ്വയം അത്തരം മസാജുകൾ നിരസിക്കാം.